ഒക്കെ കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് എത്തി ഒഴിവാക്കണം. ജമീല 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 ആടി ഞാൻ അത് ഇപ്പുറത്താണേ, ഇങ്ങോട്ട് വായോ. ഞാൻ നാട് വരാം. നബീസാന്റെ വർത്താനം പോലെ തോന്നുന്നുണ്ട്. ഇനി ഉമ്മത്തുനിന്നാണോ ഇനി ഇപ്പുറത്തുനിന്നാണോ അവ വിളിച്ചത്? അല്ലടി, എന്താ ഇപ്പൊ പേരയും കൂടിയൊക്കെ വൃത്തിയാക്കല്ല? ആടി, കൊറേ ദിവസമായി ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചോരിട്ടേ. ഈ മഴ ഇങ്ങനെ പെയ്യല്ലേ, അപ്പൊ ഒന്ന് ഈ വെയിലൊന്നും ആയപ്പോ ഞാൻ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാ. നല്ല വെയിലും ഉണ്ട്, പൊള്ളണ വെയിലാണ്. അങ്ങനെയായാലും എല്ലാരും കുറ്റം തന്നെയാണ്. അത് ശരി തന്നെയാണ്. മഴ പെയ്താലും വെയിലായാലും നമ്മക്ക് പരാതി തന്നെക്കാരം, നമ്മളെ പരാതി തീരൂല. അല്ലടി, കല്യാണം പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോ ഇവിടെ അടുത്തായല്ലോ കല്യാണം. ആടി, കല്യാണം ഇവിടെ അടുത്ത്. ഒരു മാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പൊ തന്നെ എല്ലോ നോക്കിയാലുള്ളൂ. അപ്പോത്തിനൊക്കെ കഴിയ. ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ഒരു പെണ്ണെവിടെടി? മോളവിടെ ഔത്തുണ്ട്, എന്തോ പഠിക്കാണ്, പരീക്ഷയാണത്ര. പരീക്ഷ കഴിഞ്ഞ പാടല്ല ഇപ്പൊ കല്യാണം വെച്ചിരുന്നത്. അപ്പൊ അത് പഠിക്കാണ് ഇവിടെ ഇരുന്നിട്ട്. ഇപ്പൊക്കെ എല്ലാം കഴിഞ്ഞില്ലേ? കല്യാണ പറച്ചിലൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിക്കണു. പിന്നെ ഇനിയിപ്പോ എന്താ, നമ്മളീ അയൽവാസികളോടൊക്കെ ഒന്ന് പറയാണ്ട്, അത്രന്നെ ഉള്ളു. ഞാനവിടെ വരണമെന്ന് വിചാരിച്ചു നിക്കായിരുന്നു. അപ്പൊ ഇജ്ജ് ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ എന്തായാലും ഞാൻ ആണ്ട് വരണ്ട. ഇവിടുന്ന് കല്യാണം പറയണത് മോശമല്ലേ? ഇനിയിപ്പോ ഇവിടുന്ന് പറഞ്ഞാലും അവിടെ അന്ന് പറഞ്ഞാലും ഒക്കെ ഒരേപോലെ തന്നെ. എങ്ങനെ പറഞ്ഞാലും ഞാൻ വരും കല്യാണത്തിന്. കല്യാണത്തിന്റെ തലേന്ന് തന്നെ നേരത്തെ വരുന്നുണ്ട് കേട്ടോ. ഉള്ളി എന്തൊക്കെ ദൂരോത്സാനം ഇഞ്ചി വെളുത്തതൊക്കെ നേരാക്കാനൊക്കെ ഉണ്ടത്ര. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ. ഒക്കെ നീ നമ്മളന്നെ ചെയ്തിട്ട് കൊടുത്തയക്കണം അത്ര. എന്നാലും വേണ്ടിയില്ല, നല്ലപോലെ ഒന്ന് കഴിഞ്ഞിട്ടിയാ മതിയായിരുന്നു. എന്താടി, ഞാൻ നേരത്തെ വരണ്ടേ? ഞമ്മക്കത് ചെയ്ത് വേഗം തീരുന്ന പണിയോളന്നെ ഉള്ളൂ. അല്ലടി, എന്നിട്ടിപ്പോ കുടുംബങ്ങളൊക്കെ ഇനി എന്നാ വരുന്നത്? ഇനിയിപ്പോ ആരൊക്കെ വരുന്നത്? തലേന്നൊക്കെ വരുവോ? ഓലൊക്കെ തലേന്നൊക്കെ ആയിട്ട് വരേക്കാരം. ആരപ്പോ വരാനുള്ളത്? ഓല പെങ്ങളും ഉണ്ട്, പിന്നെ പാരാ എന്റെ അഞ്ചത്തി ഉണ്ട്. അധികം വലിയ കുടുംബക്കാരൊന്നും ഇല്ലല്ലോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ കല്യാണത്തിന്റെ അന്ന് തന്നെ ഇക്കാരം വരിക. ആരോടും തന്നെ തലേന്ന് വരാനൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ചെറിയ കല്യാണല്ലേ. ശരിയാണല്ലേ അല്ലെ? ഉള്ളോര് വരട്ടെല്ല, അപ്പൊ എന്തെന്നാ പറയാ. നമ്മക്ക് വയ്ക്കണ പോലെ അല്ലേ ഇപ്പൊ കല്യാണൊക്കെ നടത്തുള്ളൂ. നിങ്ങളെന്തായാലും തലേന്ന് വരുന്നുണ്ട്. ഞാനങ്ങോട്ട് വരണ്ടേടി, കാക്കാനൊക്കെ ഒന്ന് കാണും വേണം. ഞാൻ തന്നെയല്ലേ പറയാനുള്ളൂ. പരീക്ഷയാണല്ലോ പഠിച്ചോനെ, ഇതൊക്കെ ആയി തീരണോ? ഇരിക്കാണല്ലോ വിളിക്കുന്നത്. ഹലോ ഇക്ക. ഞാൻ പഠിക്കാ. എക്സാം അല്ലേ വരുന്നത്. കല്യാണത്തിന്റെ മുന്നേ ഇപ്പൊ എക്സാം ഒക്കെ. എന്ത് കാര്യം? കല്യാണം നടക്കൂലെന്നോ? എന്താ? അപ്പൊ ഇങ്ങളല്ലേ പറഞ്ഞത് ഒന്നും വേണ്ടാന്ന്? പിന്നെ ഇപ്പൊ എന്താ ഇങ്ങനൊക്കെ പറഞ്ഞു? ഇപ്പൊ എന്തുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അതാണ് എനിക്ക് അറിയേണ്ടത്. കല്യാണം വിളിച്ച് ഒരു മാസം കഴിഞ്ഞ് കല്യാണത്തിന് ഒരു മാസം തികച്ചില്ല, എല്ലാരോടും കല്യാണം പറഞ്ഞ്. അപ്പൊ നിങ്ങൾ കല്യാണം പറിച്ചിലൊന്നും തുടങ്ങിയിട്ടില്ലേ? അപ്പൊ കൽപ്പിച്ചു കൂട്ടിയിട്ട് തന്നെയല്ലേ? ഈ നടക്കൂലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കാൻ നല്ല നിങ്ങൾക്ക് കുറച്ച് മുന്നേ പറഞ്ഞുകൂടായിരുന്നില്ലേ? കല്യാണ ഡ്രസ്സ് കൊടുത്തു, എല്ലാം കൊടുത്തു. പിന്നെ പണ്ട് മുതൽ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇന്നെ പഠിപ്പിക്കാന്നും പറഞ്ഞു. ഇപ്പൊ ഒക്കെ മാറ്റി പറയണത്. നിങ്ങൾക്ക് വേറെന്തേലും ബന്ധം ഉണ്ടാവൂലേ? ഹലോ ഇക്ക.
ഹലോ. ഉമ്മാനോടൊക്കെ ഞാൻ എന്താ പറയും? തോന്നുമ്പോ ഈ വാക്ക് മാറ്റുന്ന ആളൊക്കെ ഞാൻ എങ്ങനെ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരിക? ഇമ്മാനോടും പറയേണ്ടി വരുപ്പോ. ഇപ്പൊ എന്താ ചെയ്യാ? ഇമ്മതെവിടെ? ഇമ്മ, ഉമ്മ. അത് വരുന്നേ. പെണ്ണ് വിളിക്കണ്ട്. നാട് പോയോക്ക നമ്മക്ക്. നാട് പോയോക്ക. എന്തിനാണാവോ ഞോള് വിളിച്ചത്? എന്താടി ഇതെന്ത് വിളിച്ച്? ഇമ്മ ഓല് വിളിച്ചിന്നിപ്പോ. ഈ കല്യാണം നടക്കൂലെന്നാ പറഞ്ഞത്. കല്യാണം നടക്കൂലെന്നോ? ഇപ്പൊ വെച്ചിട്ട് കല്യാണം നടക്കൂല പറഞ്ഞത്? ഓൽക്ക് എന്തോ സ്ത്രീധനം വേണോ, പിന്നെ എന്നെ പഠിപ്പിക്കൂല, ഇനി പണ്ട് മുതലൊക്കെ വേണമെന്നാ ഓല് പറയുന്നത്. സ്ത്രീധനോ? ഇത് സ്ത്രീധനം ഒന്നും വേണ്ടാന്നല്ലേ ഓല് പറഞ്ഞത്? എന്നിട്ടല്ല കല്യാണം ഉറപ്പിച്ച്. ഇപ്പൊ വെച്ചിട്ട് ഓല് അങ്ങനൊക്കെ പറയണ എന്താണാവോ? ഞാനാണെന്നുണ്ടെങ്കി കല്യാണം പറിച്ചിലും കഴിഞ്ഞിക്കണു, ഒക്കെയും കഴിഞ്ഞിക്കണു. ആൾക്കാരുടെ ഇടയിൽ ഇപ്പൊ വസളാവൂല്ലോ റബ്ബേ. എന്നെ സ്ത്രീധനം ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടല്ല ഇപ്പൊ ഈ കല്യാണം തന്നെ. അതായത് എന്താ പോലിപ്പ് ചോദിച്ചിട്ട് ഇങ്ങനൊക്കെ പറയണത്? ഓലെന്നല്ലേ പറഞ്ഞത് ഒന്നും കൊഴപ്പില്ല, പിന്നെ എന്നെ പഠിപ്പിച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അതൊന്നും പറ്റൂലെന്ന് വിളിച്ച് പറയണു. ഇതില് എന്തപ്പ ഇങ്ങനെയൊക്കെ പറയണാവോ? ഓല് കല്യാണം ഒന്നും പറയല് തുടങ്ങിയിട്ടില്ലേ? ഇല്ലാന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഓല് ഇത് കൽപ്പിച്ചു കൂട്ടിട്ട് തന്നെയാട്ടോ കല്യാണം പറയാതൊക്കെ നിക്കുന്നത്. ഈ അവസാന നിമിഷം വെച്ചിട്ട് ഓല് ഇത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താ കാട്ടാ? ഓളോട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ചു നോക്കിയാലോ? ഇനിയിപ്പൊ എന്തായാലും ആയില്ലേ, നാട്ടുകാര് അറിയണല്ല. ഇനിയിപ്പോ ഓല് കല്യാണം കഴിഞ്ഞിട്ടാണ് പോലും ഇത് പറയണ വെച്ചാല് ജനം നോക്കണ്ടപ്പോ മകളെ. അപ്പോഴും ഓല് ഒഴിവാക്കി എന്താ കാട്ടുക? ആദ്യം തന്നെ അറിഞ്ഞപ്പോ നന്നായുള്ളൂ. ഇനി പൈമ ഏച്ചൂട്ടാ നിക്കണ്ട ജി. ഇങ്ങക്ക് അതൊക്കെ പറയും. നാട്ടുകാരുടെ ഇടയ്ക്ക് ഞാനാണ് ഇറങ്ങി നടക്കാനുള്ളത്. എല്ലാരുടെ ഇടയിലും ഞാൻ ആകെ വസളാവും. ഇപ്പൊ കല്യാണത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു, കുടുംബങ്ങളും വരും കല്യാണാണ് പറയുമ്പോ എന്താ ഞാൻ ഓലോടൊക്കെ പറയാ? ആരറിഞ്ഞപ്പ എന്താ പ്രശ്നം? കല്യാണം മുടങ്ങണതും കല്യാണം നടക്കണതൊക്കെ സർവ്വസാധാരണയാണ്. അയച്ചിട്ട് നമ്മക്ക് ചേരാത്ത ബന്ധത്തിൽ കൊണ്ടുപോയിട്ട് മക്കളെ കൊടുക്കാൻ പറ്റുമോ? നീ അന്റെ ഇഷ്ടം പോലെ എന്താച്ചാ കാട്ടിക്കോട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. എന്നാ ഞാനാണ് പോട്ടെ. ഇനിയിപ്പൊ എന്തായാലും ഇജെന്തായാലും പാരുണ്ട്. ഞാൻ എന്നാ പിന്നെ വരണ്ട്. ഈ ഓൻ പറഞ്ഞതും കേട്ടുങ്ങാണ്ട് ഇങ്ങനെ വന്ന് പറച്ചില്ല എനിക്ക്. ഓളൊക്കെ കേട്ടില്ലപ്പ അത്. ഇജി എന്താണ് ഓള് പോയിട്ട് എനിക്ക് പറഞ്ഞാലൊന്നും പോരെ? ഭാഗ്യം ഞാൻ വസള. ഇനിയിപ്പോ ഓൾ ആരോടൊക്കെ പോയി പറയാന്ന് ആർക്കറിയാം? വേണ്ടാത്ത ഓരോരോ പണിയെടുക്കും. നമുക്ക് നല്ലപോലെ ഓനോട് സംസാരിച്ചുകൂടായിരുന്നില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ നാട്ടുകാർ അറിഞ്ഞ പ്രശ്നമാണ്. എന്റെ ജീവിതം വെച്ച് കളിക്കണതിനൊന്നും ഒരു പ്രശ്നവും ഇല്ലല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞാ മനസ്സിലാവണില്ലേ? ഇനി കല്യാണം കഴിഞ്ഞിട്ടാണ് ഇത് അറിയണ വെച്ചാൽ നിങ്ങൾ എന്താ കാട്ടുക? ഓല് പറഞ്ഞ പോലെ തന്നെ നിങ്ങക്ക് കല്യാണം എങ്ങനെയെങ്കിലും നടന്നു കിട്ടിയാ മതി, വേറൊന്നും വേണ്ട. അതൊരു കഷ്ടം. പടച്ചോനെ ഇനിയിപ്പൊ എന്താ കാട്ടുക? എനിക്കറിയില്ല. ഇതാ ഫോൺ എടുത്തിരുന്നു. ഞാനൊന്ന് വിളിച്ചോക്കട്ടെ ഓൽക്ക്. നിങ്ങളിപ്പൊ വിളിക്കാനൊന്നും നിക്കണ്ട. എന്താ എനിക്കിപ്പൊ കല്യാണം വേണ്ടാന്ന് വെച്ച് പറയുന്നത്? ഓനാണ്ട് പറഞ്ഞതിനോട് കൂടിയിട്ട് ഈ ആണ്ട് വേണ്ടാന്ന് വെക്കല? എന്താ അന്റെ കഥ? ഇത് വഷളാവണത് ഞാനാണെന്നല്ല എന്നോട് ഞാൻ ഈ പറയുന്നത്. നടക്കൂല. എനിക്ക് ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങി നടക്കാനുള്ള ഇജ്ജ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇജ്ജ് കല്യാണം കഴിച്ചിട്ട് പോയിക്കോ. ഒരു 5-6 പവന്റെ സ്വർണ്ണൊക്കെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ഒപ്പിച്ചു തരാം. പിന്നെ ഇപ്പൊ പഠിക്കലല്ലേ, ഇജ്ജ് പഠിക്കാൻ പോകണ്ട. ഓൽക്ക് അതിനും താല്പര്യം ഇല്ലെങ്കിൽ. ഇക്ക് പഠിക്കണം, ഇക്ക് കല്യാണം വേണ്ട, ഇങ്ങനെ പറയുന്ന ആൾക്കാരെ കൂടെ ജീവിക്കാൻ ഇന്നെ കിട്ടൂല അറിഞ്ഞില്ലേ അങ്ങോട്? എന്നോടൊന്നേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
ഇപ്പൊ വെച്ചിട്ട് ഓൾക്കും വേണ്ട കല്യാണം. ഇത് കല്യാണം ഈ മാസം ലാസ്റ്റാണ്. അത് എനിക്ക് ഓർമ്മ ഉണ്ടോ? ഓനെന്തോ പൊട്ടബുദ്ധിക്ക് വിളിച്ചു പറഞ്ഞു വിചാരിച്ചിട്ട് ഓന്റെ പെരക്കാരൊന്നും ഇതുവരെ വിളിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. അല്ലാ, ബസ്സിലൊക്കെ എന്തൊരു തിരക്കാണ്. വെച്ച കുഴങ്ങി. കാലിന്റെ മുട്ടോണ്ടോടൊന്ന് കേറാൻ വെച്ച. വാതിലൊക്കെ തുറന്നിട്ടിരുന്നല്ലോ. ഇനി മകളും ഇല്ല ഇവിടെ. ആരാണ് അവിടെ ബെല്ലടിക്കണമെന്ന് പോയോക്കാം. ഇനി ഓലോടുന്ന് ആരെങ്കിലും ആണാവോ. ചെല്ലി, ഞാൻ പോയോക്കാം. പോയോക്കട്ടെ ഇനിയിപ്പൊ ആരാണോ. ആ, അമ്മായിയോ? ആ, എന്താടി വാതിലൊക്കെ തുറന്നിട്ട് പോയിക്കള്. ഒരു ഞാൻ ബെല്ലടിച്ച് ഇനി നിങ്ങള് പേടിച്ചണ്ട, ഞാൻ അകത്ത് കയറിയിട്ട് ഇനി വേറെ കള്ളന്മാരാരെങ്കിലും വിചാരിച്ചിട്ടാ ഞാൻ ബെല്ലടിച്ച്. അത് ഇമ്മ നേരത്തെ തുറന്നിട്ടതാണ്. ഇങ്ങോട്ട് കേറിയേരി. ആ, അമ്മായി ഇരിക്കി. ഇമ്മ എന്താ അമ്മായിയാണ്, ഇങ്ങോട്ട് വരി. ആ, താത്ത നിങ്ങളെ ഇന്നാ. ആ, എന്താ നിങ്ങളെ രണ്ടാളെ മുഖം ഇങ്ങനെ? ഞാൻ വന്നോണ്ടാ? എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞങ്ങൾക്ക് ഇപ്പൊ എന്താ കുഴപ്പം നിങ്ങള് വരുന്നേന്? നിങ്ങൾ വരുന്നല്ലേ വേണ്ടത്. എന്തൊക്കെയാ എന്നിട്ട് വർത്താനൊക്കെ? എന്താ ഈ കല്യാണ പറച്ചിലൊക്കെ കഴിഞ്ഞാ? എന്നിട്ട് കല്യാണം പറച്ചിലൊക്കെ കഴിഞ്ഞിക്കണു. എനിക്ക് എന്തായാലും ഇനി തലേ ദിവസേ വരാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയിലൊന്നും വരലിറക്കൂലേ. ആശുപത്രിക്കൊക്കെ പോവാനൊക്കെ ഉണ്ട്. അതപ്പൊ ഇന്നൊന്ന് വന്നുകാണ്ട് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. ഏ, അത് എന്തായാലും നന്നായി നിങ്ങളിപ്പോ ഇന്ന് വന്നത്. ഈ കല്യാണം നടക്കൂലെന്ന് ഓൻ വിളിച്ചു പറഞ്ഞിക്കണു. അതെന്താ കല്യാണം നടക്കൂലെന്ന് പറഞ്ഞ്? എന്താ പറയാ, ഓനക്ക് ഇനി സ്ത്രീധന തുക വേണമെന്നൊക്കെ പറയണത്. സ്ത്രീധനം വേണം, പണ്ടം വേണം, പിന്നെ ഓളെ പഠിപ്പിക്കാൻ പറ്റൂല എന്നൊക്കെ പറയണത്. ആ, ആദ്യം ഓല അങ്ങനൊക്കെ പറഞ്ഞിട്ട് തന്നെ കല്യാണം ഉറപ്പിച്ചതും ഇപ്പൊ ഞാൻ എല്ലാരും വിളിച്ചതൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാലും ഇപ്പൊ ഓൽക്ക് വേണ്ടാറുമ്പോ ഞാൻ എന്ത് കാട്ടാനാ. പക്ഷെ ഓന്റെ വാപ്പി ഇനിയും വിളിച്ചിട്ടും ഇല്ല ഇതുവരെ. അവൻ വേണ്ട പറയാ. ഞാൻ ഓൽക്കൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ പെണ്ണിനാണെങ്കിൽ അവിടെ തട്ടിക്കൂടാ. പെണ്ണ് പറഞ്ഞത് ഇന്നെ വേണ്ടാത്ത ആൾക്കാരെ എനിക്കും വേണ്ട, കല്യാണം കഴിഞ്ഞിട്ട് ആണ് ഈ പ്രശ്നങ്ങൾ വരുന്ന ഞങ്ങൾ എന്താ കാട്ടാന്ന് ഓള് വെക്കണത്. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടന്നു കിട്ടിയാൽ മതി എന്നപ്പൊ ഞാൻ ആലോചിക്കണം. ഞാനും ഇപ്പൊ ഓള് പറഞ്ഞതിലല്ലേ ഞാൻ നിക്കണം. ഇങ്ങനെ വാക്ക് മാറ്റുന്ന ആളെ കൊണ്ട് ഇപ്പൊ എങ്ങനെ കല്യാണം കഴിപ്പിക്കുക? എന്തേലും ഈറക്ക് പറഞ്ഞതേക്കാരേ. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓള് അറിഞ്ഞ പോലെ തന്നെ ഒരു കുട്ടിയൊക്കെ ആയതിന്റെ ശേഷമാണ് ഇപ്പൊ ഇത് അറിയണ എന്താ ചെയ്യല്. ഇപ്പൊ എന്തെല്ലാം വാർത്തകളൊക്കെ കേൾക്കണം. ആ നുജ് കേൾക്കണില്ലേ? നിങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയ പിന്നെ ഞാൻ എന്താ കാട്ടുക? ഇത്രയും കാലം ഞാൻ ഓക്ക് വേണ്ടിട്ട് ഞാൻ ജീവിച്ചില്ലേ. ഇനി ഞാൻ പറഞ്ഞെങ്കിലും ഓക്കൊന്ന് കേട്ടൂടെ? അതും കേൾക്കൂല. ഓലെ പെരേന്നാ വിളിക്കണത്. എന്തായാലും ഒന്ന് എടുത്ത് വർത്താനം പറഞ്ഞോക്കട്ടെന്നാ ഞാൻ. ഇജൊന്നും പറയുന്നു വേണ്ട, ഞാൻ പറഞ്ഞോളാം. അങ്ങോട്ട് കാട്ടാ ഫോണ്. കാട്ടാ ഓക്കെ. ആ, ഹലോ. ആ, ഞാൻ ഓളെ അമ്മായിയാണ്. നിങ്ങളിപ്പോ എന്താ തോന്നുമ്പോ ഇങ്ങനെ വാക്ക് മാറ്റുന്നത്? നിങ്ങൾ ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ഇപ്പൊ എന്താ ഓൻ വിളിച്ചിട്ട് പറഞ്ഞു സ്ത്രീധനം ഇല്ലാതെ ഇപ്പൊ ഇത് നടക്കൂലെന്ന്. ഓനക്കിപ്പോ സ്ത്രീധനും പണ്ടും മുതലൊക്കെയാണ് വേണ്ടത്, അല്ലാതെ പെണ്ണിനല്ല വേണ്ടത്. ഇനിയിപ്പോ നാളെ മറ്റന്നാ കല്യാണം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ തന്നത് തേഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓളപ്പടെ കൊടുന്നാക്കിയാലോ? ഓന്റെ വാക്ക് വിശ്വസിച്ചാൻ പറ്റുവോ? ഇങ്ങളെ വിശ്വസിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓര് രണ്ടാളും അല്ല ഒപ്പം ജീവിക്കേണ്ട ആൾക്കാര്. പെണ്ണ് പറഞ്ഞ് പെണ്ണിന് ഇനി ഓനെ വേണ്ട, ഇന്നെ വിശ്വാസം ഇല്ലാത്ത ഇന്നെ പഠിപ്പിക്കാത്ത ആളൊന്നും എനിക്ക് വേണ്ടാന്ന് ഓള് പറയണത്.
ഇപ്പൊ ഓളിഞ്ഞിപ്പോ പഠിക്കുകയാണെന്ന് പറഞ്ഞത് ഓനക്ക് പഠിപ്പിക്കാനും പറ്റൂല എന്ന് ഓൻ പറയുന്നുണ്ട്. ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഓൻ പറയാണ് പഠിപ്പിക്കാൻ പറ്റൂല കാരണം എന്താ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മക്കൊന്നും ചെയ്യാൻ പറ്റൂല. ആ കുട്ടി ഇത്രയും പഠിച്ച് ഇപ്പൊ ജോലി ആവാനായി തുടങ്ങി. വേണ്ട ഇനിയിപ്പോ ഇന്ന് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ ആ കല്യാണം വേണ്ടാന്ന് വെക്കാം. ഇത്രയും കാലമായിട്ട് നിങ്ങള് ഇതുവരെയും കല്യാണം പറിച്ചിലും തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത്ര ഓനോട്. ഇനിയിപ്പോ ആ കല്യാണം നടക്കൂല, ഞങ്ങൾക്ക് ശരിയാവൂല, വേണ്ട. എന്നായിക്കോട്ടെ എന്നാല്. അല്ല നിങ്ങളെന്തപ്പ അങ്ങനെയൊക്കെ പറഞ്ഞേ? എങ്ങനെയെങ്കിലും കല്യാണം നടത്താനല്ലേ നോക്കണ്ട്? നിങ്ങളൊക്കെ ഇപ്പൊ ഇത് മുടക്കാനായിട്ട് നോക്കാണ്. എടി ഞാൻ മുടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, എന്റെ നല്ല കാര്യത്തിന് പറഞ്ഞതാണ്. ഇത്രയും കാലേജ് ഓളെ നോക്കി വളർത്തി ഇത്രയും നിലയിൽ എത്തിച്ചിട്ട് കല്യാണം കേൾപ്പിച്ച് പറഞ്ഞിപ്പോ ഒരു കുട്ടിയും കൂടി ആയിട്ട് ഞങ്ങക്ക് നോക്കാൻ വെക്കോ? ഓൻ പറയാ എനിക്ക് നാളെ മറ്റന്നാ ഇനി മുതൽ വേണമെന്ന് പറഞ്ഞ എന്താ കാട്ടുക? അവന്റെ അടുത്ത് നീ കൊടുക്കാൻ ഈ നിന്ന നിപ്പില് വാക്ക് മാറ്റുന്ന ഓനൊക്കെ എന്ത് വിശ്വസിച്ചിട്ട് നമ്മളോളെ പറഞ്ഞേക്കല്? ഓക്കിപ്പോ വാപ്പ ഇല്ലായുള്ളൂ, കുടുംബങ്ങളെല്ലാരും ഉണ്ട്. ഇജ് ഒറ്റക്ക് നോക്കി ഉണ്ടാക്കിയതാണ് ഓളെ. പിന്നെ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റൂല. കാര്യങ്ങൾ പറയുന്ന വേണല്ലോ. ഇജ് പറയണ പോലെ ഒന്നല്ല. ഇപ്പൊ എന്തായാലും ഈ കല്യാണം വേണ്ട ഞമ്മക്ക്. നിന്റെ പരിചയത്തിൽ ഒരു ചെക്കുണ്ട്, ഓന് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇജ്ജ് പ്രതീക്ഷിക്കേണ്ട, വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ല. വാപ്പയും ഉമ്മയും മരിച്ചിരിക്കണ്. ഇതേപോലെ ഓന്റെ അമ്മമാരും അമ്മായികളൊക്കെയാണ് ഓനെ നോക്കണതൊക്കെ. അപ്പൊ ഇപ്പൊ കോഴിക്കടയിലാണ് നിക്കണത്. കോഴിപ്പണി ഓന്റെ സ്വന്തമായിട്ടുള്ള കടയാണ്. എന്നാലും വലിയ വിദ്യാഭ്യാസം വലിയ എന്റെ പൊന്നിനെ പോലെ വലിയ ഇതൊന്നും അറിവും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും നല്ല നോക്കൂ. അപ്പൊ നമ്മക്ക് ഈ കല്യാണം വെച്ച ഈ ഡേറ്റിൽ തന്നെ നമുക്ക് കല്യാണം നടത്താം. അത് ഞാൻ ഓളോട് ചോദിച്ചോക്കട്ടെ, ചോദിച്ചിട്ട് ഞാൻ പറയാം. എന്തായാലും ഓൾക്ക് സമ്മതാണ്. ഓര് കൊറേ ആയി കല്യാണം അങ്ങനെ നോക്കുന്നുണ്ട്. ഈ കോഴിപ്പണിയൊക്കെ ആയ കാരണം ഓർക്ക് നേരാവണമൊന്നും ഇല്ലേനു. പക്ഷെ നല്ല ചെക്കനാണ്, അത് ഞാൻ ഉറപ്പ് തരാം. ഞാൻ എന്തായാലും എന്റെ കുട്ടീനെ കൊണ്ടിട്ട് ഞാൻ കൊണ്ട് ചാടിച്ചൂല. ആ എനിക്ക് വാപ്പി ഇമ്മില്ല വെച്ചിട്ടോ ഞാൻ ഒറ്റക്കാണ് വെച്ചിട്ടോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ എന്റെ കുട്ടീനെ ഇപ്പൊ ഞാൻ അങ്ങനെ തന്നെയല്ലേ നോക്കണത്. വാപ്പൊന്നും ഇല്ലാതെ തന്നെയല്ലേ. എന്റെ കുട്ടീനെ നല്ല നോക്കിയാ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഓന്റെ ജോലിയായി ഞാൻ നോക്കണേ. ഓൾക്ക് ഉണ്ടല്ലോ, ഓൾക്ക് പഠിച്ച് ഓൾക്കിപ്പോ എന്തായാലും ജോലി ഇട്ടാരായല്ലോ. രണ്ടാക്കും കൂടി ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുടുംബം പോവല്ലോ. നിങ്ങളൊന്ന് ചോദിച്ച് അന്വേഷിച്ചു നോക്കി, എന്നിട്ട് നമുക്ക് എന്നാ കല്യാണം നടത്താം. എന്നാ പറഞ്ഞ ഡേറ്റിൽ നടക്കും ചെയ്യും. അന്ന് ഞാനത് പോയിട്ട് ചോദിച്ചു നോക്കട്ടെ. എന്നാല് തുള്ളി വെള്ളമൊന്നും കുടിക്കാതെ പോവുക. വെള്ളമൊന്നും വേണ്ടടി. ഇനിയിപ്പൊ ഞാൻ എന്തായാലും അത് അറിഞ്ഞിട്ട് ഞാൻ പറയാം. പെണ്ണിനോടൊന്ന് ചോദിച്ചോക്കട്ടെ. ഇനിയിപ്പോ ഓളെ സമ്മതം ഇല്ലാതെ ഇനിയിപ്പോ നമ്മള് നോക്കണ്ടല്ലോ. ഞാൻ ഓളോട് കൂടി ഒന്ന് ചോദിച്ചോക്കട്ടെ. എന്നാ ചെല്ലുന്ന. ഉമ്മാക്കൊന്നാണ് പറഞ്ഞാ മനസ്സിലാവണെന്നില്ല. എന്റെ ജീവിതല്ലേ, ഉമ്മാക്ക് എങ്ങനെ മനസ്സിലാവുക? ഉമ്മ അനുഭവിക്കണമൊന്നുമില്ലല്ലോ. അല്ല ഇജ്ജ് പഠിച്ചായിരുന്നാ? അമ്മായിയെ പരീക്ഷയാണ്. പിന്നെ ഇനി നമ്മക്ക് വേറെ ഏതെങ്കിലും ഒരു കല്യാണം നോക്കിയാലോ? അന്റെ സമ്മതം കൂടി കിട്ടിയിട്ട് വേണം ചോദിക്കാന്. ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട്, ഓനൊന്ന് കല്യാണത്തിന് നോക്കിയാലോ? വലിയ വിദ്യാഭ്യാസം ഇതൊന്നും ഇല്ല. ഓന് കോഴിക്കടയിലാ നിക്കണേ. എന്താ എന്റെ അഭിപ്രായം? ഇനിയിപ്പൊ എന്റെ അഭിപ്രായം ചോദിച്ചില്ലാന്ന് വേണ്ട. ഇനിയിപ്പൊ ഈ കല്യാണത്തിന് ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ട് അവസാനം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാല് അതും തന്നെയല്ലേ. ഇജ്ജ് പറയ്, എന്താ എന്റെ തീരുമാനം? ആളെ ജോലി എന്തായാലും അമ്മായി എനിക്കൊരു കുഴപ്പമില്ല. എന്റെ ആഗ്രഹം എനിക്കൊരു ജോലി വേണമെന്നാ. അതിപ്പോ മറ്റവർക്ക് സമ്മതമല്ലാത്ത സ്ഥിതിക്ക് ഇവരെന്നെ പഠിപ്പിച്ച് ജോലിയാക്കി തരുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കതിന് സമ്മതമാണ്. ഒക്കെ നിങ്ങളെ ഇഷ്ടം പോലെ. എനിക്ക് വേറെ ആരോടും ഇഷ്ടം അങ്ങനൊന്നുമില്ല. അങ്ങനെയാണ് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഓല് എപ്പോഴെപ്പോഴും ഇങ്ങനെ വാക്ക് മാറ്റിയിട്ട്, അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം. കല്യാണം കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തന്നെ അല്ലേ ഇത് അനുഭവിക്കേണ്ടത്. നിങ്ങള് പറഞ്ഞ ഏത് കല്യാണത്തിനും എനിക്ക് സമ്മതാണ്. അന്നെ ഓൻ പഠിപ്പിക്കും ചെയ്യും, അനക്ക് ജോലി ആക്കി തരും. അത് ഞാനാ പറയണത്. ഞാൻ എന്തായാലും അന്നെ കുണ്ടിലൊന്നും കൊണ്ടുപോയി ചാടിക്കൂല. നല്ലതിന് തന്നെ പറയണത്. ഞാൻ ഓരോടൊന്ന് ചോദിച്ച് അറിഞ്ഞിട്ടൊക്കെ ഞാൻ വരണ്ടി.
അല്ലെങ്കിൽ ഞാൻ വിളിക്ക എന്തേലും ചെയ്തോണ്ട്. ഇപ്പൊ എന്തായാലും കല്യാണക്കാരും എല്ലാരോടും പറഞ്ഞില്ലേ കല്യാണാണ് എന്നുള്ളത്. ഇപ്പൊ എങ്ങനെയെങ്കിലും ഇപ്പൊ വേറെ ഒരാളാണെങ്കിൽ പോലും ആ കല്യാണം നടക്കട്ടെ. അന്ന് ഞാനവിടെ പോട്ടെട്ടാ. ആ ഒരാളെ ഇഷ്ടപ്പെട്ട് വന്നതേന്നു. ആൾക്ക് ഇന്നിപ്പോ വേണ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ ചെയ്യാ? എന്റെ പെരക്കാരൊക്കെ നാണം കിടന്നേന്ന് എങ്ങനെയായാലും രക്ഷപ്പെടുത്തണ്ടേ. അപ്പൊ ഇനിയിപ്പോ ആ കല്യാണം നടന്നേ പറ്റുള്ളൂ. എടി ഞാൻ പോവാട്ടാ. പോവാ. ഞാൻ ഓളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓൾക്കും സമ്മതക്കുറവൊന്നുമില്ല. ഇനിയിപ്പോ ഞാൻ ഓരോടും കൂടി ചോദിച്ചിട്ടേ ഞാൻ ആൾക്ക് വിളിക്കാം. അപ്പൊ ഞാനവിടെ പോട്ടെട്ടാ. എന്നാ ശരി എന്നാ. ആ